ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ദാൻ ഗോത്രം ലായിഷ് പിടിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവകാശമായി ലഭിച്ചിരുന്നില്ലാത്തതുകൊണ്ട് ദാൻ ഗോത്രം അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ യുവലേവിൻ്റെ ശബ്ദം തിരിച്ചറിയുകയും മിക്കായുടെ പുരോഹിതനാണ് അവനെന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും എന്ന്. അങ്ങനെ അവർ ലായിഷിലെത്തുന്നു. 7-ാം വാക്യം നമുക്ക് വായിക്കാം. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും പുറപ്പെട്ടു. അവർ യൂദായിലെ കിരിയാത്ത് യയാറിമിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും ഏഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ പറഞ്ഞു, 19-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ പറഞ്ഞു, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോട് കൂടെ വരിക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവൻ്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ ഏഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത് അവരോട് കൂടെ പോയി. അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. ദാൻകാർ അവരോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. 28-ാം വാക്യം വായിക്കാം. അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു. ബദ്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ന്യായാധിപന്മാർ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസ്രായേലിൽ ഇല്ലായിരുന്നതായി പറയുന്നത് എന്ത്? ഉത്തരം, രാജാവ്. അടുത്ത ചോദ്യം, ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്ന കാലത്ത് അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ച ഗോത്രം ഏത്? ഉത്തരം, ദാൻ ഗോത്രം. അടുത്ത ചോദ്യം, ദാൻ ഗോത്രം അധിവസിക്കാൻ എന്ത് അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ഉത്തരം, അവകാശഭൂമി. അടുത്ത ചോദ്യം, ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചത് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന്? ഉത്തരം, സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. അടുത്ത ചോദ്യം,
തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ അയച്ചത്? ഉത്തരം 5 പേരെ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച 5 പേരോട് ദാൻ ഗോത്രക്കാർ പറഞ്ഞതെന്ത്? ഉത്തരം, പോയി ദേശം നിരീക്ഷിച്ച് വരുവിൻ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കുവാൻ പോയവർ ആരുടെ വീട്ടിലാണ് എത്തിയത്? ഉത്തരം, മിക്കായുടെ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കുവാൻ പോയവർ എത്തിയ മിക്കായുടെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, മലനാടായ എഫ്രായിമിൽ. അടുത്ത ചോദ്യം, മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? ഉത്തരം, യുവലേവ്യൻ്റെ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ എത്ര ചോദ്യങ്ങളാണ് യുവലേവ്യനോട് ചോദിച്ചത്? ഉത്തരം, 3. അടുത്ത ചോദ്യം, യുവലേവ്യനോട് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ ഉന്നയിച്ച ആദ്യ ചോദ്യം? ഉത്തരം, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? അടുത്ത ചോദ്യം, യുവലേവ്യനോട് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഏത്? ഉത്തരം, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയവർ യുവലേവ്യനോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഏത്? ഉത്തരം, നിന്റെ തൊഴിൽ എന്താണ്? അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 18:4 പ്രകാരം മിക്ക ചെയ്തത് എന്ത്? ഉത്തരം, മിക്ക യുവലേവ്യനെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. അടുത്ത ചോദ്യം, താൻ മിക്കായുടെ ആരാണെന്നാണ് യുവലേവ്യൻ പറയുന്നത്? ഉത്തരം, പുരോഹിതൻ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ ദൈവത്തോട് ആരാഞ്ഞറിയുക എന്ന് യുവലേവ്യനോട് അഭ്യർത്ഥിച്ചത് എന്ത്? ഉത്തരം, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറ്റുമോ എന്ന്. അടുത്ത ചോദ്യം, തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ആരോട് ആരാഞ്ഞറിയാനാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ യുവലേവ്യനോട് അഭ്യർത്ഥിച്ചത്? ഉത്തരം, ദൈവത്തോട്. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ ആരോടാണ് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ദൈവത്തോട് ആരാഞ്ഞറിയാൻ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം, യുവലേവ്യനോട്. അടുത്ത ചോദ്യം, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും, ആര് ആരോട് പറഞ്ഞു? ഉത്തരം, പുരോഹിതൻ ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരോട്. അടുത്ത ചോദ്യം, പുരോഹിതൻ്റെ അടുത്തിൽ നിന്ന് പുറപ്പെട്ട 5 പേർ എത്തിയത് എവിടെ? ഉത്തരം, ലായിഷിൽ. അടുത്ത ചോദ്യം, ലായിഷിലെ ജനങ്ങൾ ആരെപ്പോലെ ആയിരുന്നു എന്നാണ് 18-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം, സീദോന്യരെ പോലെ. അടുത്ത ചോദ്യം, ലായിഷിലെയും സീദോനിലെയും ജനങ്ങളുടെ സവിശേഷതകളായി ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത്? ഉത്തരം, സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും. അടുത്ത ചോദ്യം, സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ലായിഷ് ജനങ്ങളുടെ മറ്റ് 2 സവിശേഷതകൾ? ഉത്തരം, അവർക്കൊന്നിനും കുറവില്ലായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. അടുത്ത ചോദ്യം, സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ജനത? ഉത്തരം, ലായിഷിലെ ജനങ്ങൾ. അടുത്ത ചോദ്യം, ആരുമായും സംസർഗമില്ലായിരുന്നു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം, ലായിഷിലെ ജനങ്ങളെ പറ്റി. അടുത്ത ചോദ്യം, ആരുടെ അടുത്താണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ തിരിച്ചെത്തിയത്? ഉത്തരം, സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയി തിരിച്ചെത്തിയവരോട് സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാർ ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അടുത്ത ചോദ്യം, നമുക്ക് പോയി അവരെ ആക്രമിക്കാം, ആരുടെ വാക്കുകളാണിത്? ഉത്തരം, ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരുടെ. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയി തിരിച്ചെത്തിയവർ സഹോദരന്മാരോട് ലായിഷിൻ്റെ പ്രത്യേകതയായി പറയുന്നത് എന്ത്? ഉത്തരം, വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കാൻ പോയി തിരിച്ചെത്തിയവർ എന്തു ചെയ്യാനാണ് സഹോദരന്മാരോട് പറയുന്നത്? ഉത്തരം, നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുകയും. അടുത്ത ചോദ്യം, നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ആ 5 പേർ സഹോദരന്മാരോട് പറയുന്നത്? ശങ്കയില്ലാത്ത. അടുത്ത ചോദ്യം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് 5 പേർ പറയുന്ന പ്രദേശം എങ്ങനെയുള്ളതാണ്? ഉത്തരം, വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. അടുത്ത ചോദ്യം, വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ആര് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ആ 5 പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറയുന്നത്? ഉത്തരം, ദൈവം. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ഉത്തരം, 600 പേർ. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ പുറപ്പെടുന്ന ആയുധധാരികൾ ഏത് ഗോത്രക്കാരാണ്? ഉത്തരം, ദാൻ ഗോത്രക്കാർ. അടുത്ത ചോദ്യം,
ദാൻ ഗോത്രത്തിൽ നിന്ന് പുറപ്പെട്ട ആയുധധാരികളായ 600 പേർ പാളയമടിച്ചത് എവിടെ? ഉത്തരം യൂദായിലെ കിരിയാത്ത് യെയാറിമിൽ. അടുത്ത ചോദ്യം, ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ പാളയമടിച്ച സ്ഥലം എന്ത് പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്? ഉത്തരം മഹനേദാൻ. അടുത്ത ചോദ്യം, കിരിയാത്ത് യെയാറിമിൻ്റെ ഏതു ഭാഗത്താണ് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പടിഞ്ഞാറ്. അടുത്ത ചോദ്യം, കിരിയാത്ത് യെയാറിമിൽ നിന്ന് ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ കടന്നത് എവിടെയാണ്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. അടുത്ത ചോദ്യം, ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് എത്തിയത് എവിടെ? മിക്കായുടെ ഭവനത്തിൽ. അടുത്ത ചോദ്യം, മിക്കായുടെ ഭവനത്തിൽ എത്തിയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേരെ പറ്റി. അടുത്ത ചോദ്യം, ലായിഷ് പ്രദേശത്ത് എന്ത് നടത്താൻ പോയവർ എന്നാണ് ആ 5 പേരെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ചാരവൃത്തി. അടുത്ത ചോദ്യം, ഈ ഭവനങ്ങളിൽ ഒന്നിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തിയവർ സഹോദരന്മാരെ അറിയിക്കുന്നത്? ഉത്തരം ഒരു ഏഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ന്യായാധിപന്മാർ 18-14 എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം 5 പേർ സഹോദരന്മാരോട്. അടുത്ത ചോദ്യം, എന്ത് ആലോചിക്കുവാനാണ് 5 പേർ സഹോദരന്മാരോട് പറയുന്നത്? ഉത്തരം എന്താണ് ചെയ്യേണ്ടതെന്ന്. അടുത്ത ചോദ്യം, ആരാണ് പടിവാതിൽക്കൽ നിന്നത്? ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. അടുത്ത ചോദ്യം, മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹങ്ങളും എഫോദും കുലവിഗ്രഹങ്ങളും എടുത്തത് ആരാണ്? ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ. അടുത്ത ചോദ്യം, ചാരവൃത്തി നടത്താൻ പോയിരുന്ന 5 പേർ കടന്നു ചെന്ന് എന്തൊക്കെയാണ് എടുത്തത്? കൊത്തുവിഗ്രഹവും എഫോദും കൊലുവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. അടുത്ത ചോദ്യം, 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നത് ആരൊക്കെ? ഉത്തരം പുരോഹിതനും ആയുധധാരികളായ 600 പേരും. അടുത്ത ചോദ്യം, മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് 5 പേർ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചതാര്? ഉത്തരം പുരോഹിതൻ. അടുത്ത ചോദ്യം, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോട് കൂടെ വരിക എന്ന് ചാരവൃത്തി നടത്താൻ പോയിരുന്ന 5 പേർ ആരോടാണ് ആജ്ഞാപിക്കുന്നത്? ഉത്തരം പുരോഹിതനോട്. അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് ആരൊക്കെ ആയിരിക്കുക എന്നാണ് ആ 5 പേർ പുരോഹിതനോട് പറയുന്നത്? ഉത്തരം പിതാവും പുരോഹിതനും. അടുത്ത ചോദ്യം, ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലതെന്ന ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? ദാൻ ഗോത്രക്കാരായ 5 പേർ പുരോഹിതനോട്. അടുത്ത ചോദ്യം, പുരോഹിതൻ്റെ എന്താണ് സന്തുഷ്ടമായത്? ഉത്തരം ഹൃദയം. അടുത്ത ചോദ്യം, പുരോഹിതൻ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരോടൊപ്പം പോയത്? ഉത്തരം എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. അടുത്ത ചോദ്യം, വസ്തുവകകളോടൊപ്പം എന്തൊക്കെ മുൻപിൽ നിർത്തിയാണ് ദാൻ ഗോത്രക്കാർ യാത്രയായത്? ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും. അടുത്ത ചോദ്യം, ദാൻ ഗോത്രക്കാർ യാത്രയായപ്പോൾ മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് അവരെ പിന്തുടർന്ന് മുൻപിൽ കയറിയത്? അയൽവാസികളെ. അടുത്ത ചോദ്യം, ദാൻകാരെ പിന്തുടർന്ന് മിക്കായും അയൽവാസികളും എവിടെ എത്തി? ഉത്തരം ദാൻകാരുടെ മുൻപിൽ. അടുത്ത ചോദ്യം, ദാൻകാരുടെ മുൻപിൽ കയറിയ മിക്കയും അയൽവാസികളും എന്താണ് ചെയ്തത്? ഉത്തരം അട്ടഹസിച്ചു. അടുത്ത ചോദ്യം, മിക്കായും അയൽവാസികളും അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചതെന്ത്? ഉത്തരം ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി? അടുത്ത ചോദ്യം, ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ എന്തു ചെയ്തെന്നാണ് മിക്ക ദാൻകാരോട് പറയുന്നത്? ഉത്തരം കൈവശമാക്കി. അടുത്ത ചോദ്യം, മിണ്ടാതിരിക്കാൻ മിക്കയോട് പറയുന്ന ദാൻ ഗോത്രക്കാർ വല്ലവരും കോപിച്ച് മിക്കായുടെ മേൽ ചാടി വീണ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് എന്ത്? ഉത്തരം മിക്കായെയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 18:26 പ്രകാരം മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് എന്തുകൊണ്ട്? ഉത്തരം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ദാൻ ഗോത്രക്കാർ ശക്തരാണ് എന്ന് കണ്ട്. അടുത്ത ചോദ്യം, എന്തൊക്കെ ദാൻകാർ കൊണ്ടുപോയി എന്നാണ് ന്യായാധിപന്മാർ 18:27 പറയുന്നത്? ഉത്തരം മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും. അടുത്ത ചോദ്യം, ലായിഷിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്? ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി. അടുത്ത ചോദ്യം,
ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ആര്? ഉത്തരം ലായിഷിലെ ജനങ്ങൾ. അടുത്ത ചോദ്യം, ലായിഷിലെ ജനങ്ങളെ ദാൻകാർ എന്തു ചെയ്തു? ഉത്തരം വാളിനിരയാക്കി. അടുത്ത ചോദ്യം, ദാൻകാർ ലായിഷ് പട്ടണത്തെ എന്തു ചെയ്തു? ഉത്തരം തീ വെച്ച് നശിപ്പിച്ചു. അടുത്ത ചോദ്യം, ദാൻകാർ വാളിനിരയാക്കി തീ വെച്ച് നശിപ്പിച്ച ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ കാരണമെന്ത്? ഉത്തരം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു. അടുത്ത ചോദ്യം, ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് ഏത് താഴ്വരയിലായിരുന്നു? ഉത്തരം ബദ്രഹോബിലുള്ള താഴ്വര. അടുത്ത ചോദ്യം, ആരാണ് ലായിഷ് പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കിയത്? ഉത്തരം ദാൻകാർ. അടുത്ത ചോദ്യം, ഇസ്രായേലിൻ്റെ മകനായി 18-ാം അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്ന വ്യക്തി? ഉത്തരം ദാൻ. അടുത്ത ചോദ്യം, ആരുടെ പേരാണ് ദാൻകാർ പുതുക്കി പണിത ലായിഷ് പട്ടണത്തിന് നൽകിയത്? ഉത്തരം ഗോത്രപിതാവായ ദാനിൻ്റെ. അടുത്ത ചോദ്യം, ദാൻകാർ പുതുക്കി പണിത പട്ടണത്തിൽ സ്ഥാപിച്ചതെന്ത്? ഉത്തരം കൊത്തുവിഗ്രഹം. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത്? ഉത്തരം ജോനാഥാനും പുത്രന്മാരും. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ മോശയുടെ പുത്രനായി പറയപ്പെടുന്നത് ആര്? ഉത്തരം ഗർഷോം. അടുത്ത ചോദ്യം, ഗർഷോമിൻ്റെ പുത്രൻ ആര്? ഉത്തരം ജോനാഥാൻ. അടുത്ത ചോദ്യം, ജോനാഥാനും പുത്രന്മാരും എപ്പോൾ വരെയാണ് ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത്? ഉത്തരം പ്രവാസകാലം വരെ. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? ഉത്തരം ഷീലോയിൽ. അടുത്ത ചോദ്യം, മഹനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ദാനിൻ്റെ പാളയം.